വചനോദയം. മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. വചന വിചിന്തനം. സുഹൃത്തുക്കളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗഖ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ അത്ഭുതകരമായ കഥയാണ് ഇന്നത്തെ സുവിശേഷം വിവരിക്കുന്നത്. ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം വീണ്ടും കഫർനാമിലെത്തിയ യേശുവിൻ്റെ മുമ്പിൽ ഒരു തളർവാദ രോഗിയെ അവൻ്റെ സുഹൃത്തുക്കളായ 4 പേർ കൊണ്ടുവരുന്നു. അതിന് കാരണം തളർവാദ രോഗിയുടെ വിശ്വാസമല്ല, മറിച്ച് യേശുവിൻ്റെ രോഗശാന്തിയിൽ സുഹൃത്തുക്കൾക്കുണ്ടായ വിശ്വാസമാണ്. യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന രോഗിയുടെ തളർവാദത്തെ അവിടെ ഉണ്ടായിരുന്നവർ അവൻ്റെയോ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളുടെയോ പാപത്തിൻ്റെ ശിക്ഷയായി കരുതിയിരുന്നു. അതുകൊണ്ട് പാപം ക്ഷമിക്കപ്പെട്ടാലേ രോഗമുക്തി നേടുവാൻ സാധിക്കുകയുള്ളൂവെന്നും അവർക്കറിയാമായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ആദ്യം യേശു പറയുന്നു. എന്നാൽ നിയമജ്ഞരിൽ ചിലർ യേശു ദൈവദൂഷണം പറയുന്നു എന്ന് കുറ്റമാരോപിച്ചു. കാരണം പാപം ക്ഷമിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക അധികാരമാണ്. എന്നാൽ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറയുക വഴി യേശു പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. തളർവാദ രോഗി കിടക്കയിൽ തളർന്നു കിടന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപത്തിൽ തളർന്നു കിടക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തളർവാദത്തെ അകറ്റുവാൻ യേശു നൽകുന്ന പ്രാഥമിക ശുശ്രൂഷ പാപങ്ങളുടെ മോചനമാണ്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനും അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് നാം മനസ്സിലാക്കണം.